യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്മസ് ഒരു മനുഷ്യൻ്റെ പുത്തൻ പിറവിയാണ്. ദൈവമായിരുന്ന മനുഷ്യൻ, ദൈവമായിരുന്ന വചനം മാംസം ധരിച്ച് മനുഷ്യനായി നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ. ലോകം മുഴുക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? യെശയ്യായുടെ പ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യെശയ്യാ 9:6. സമാധാനത്തിൻ്റെ രാജാവ്. ഈ സമാധാനത്തിനെക്കുറിച്ച് പഠിപ്പിച്ചത് ഈശോ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം തിരുവചനം: അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ആരാധിക്കാൻ യോഗ്യനായവനെ അന്വേഷിച്ച് രാജാക്കന്മാർ ശേഷിയപൂകരണത്തിൽ നിന്നും ജെറുസലേമിലേക്ക് പോകുന്നു. അത് ക്രിസ്മസിൻ്റെ മാഹാത്മ്യത്തെ അറിയിക്കുന്നതാണ്. ഏഷ്യയിലെ രാജാക്കന്മാർ ഇത് നക്ഷത്രം കണ്ടിട്ടാണ് ഈശോയുടെ അടുത്തേക്ക് പോകുന്നത്, ശിശുവായ ഈശോയെ ആരാധിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ലോകം മുഴുക്കെ ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി ക്രിസ്ത്യാനികൾ പാടുപെടുന്നു. എന്തിനു പാടുപെടണം? ക്രിസ്തു എല്ലാവരുടെ ഉണ്ട്. ക്രിസ്തു ആരിലും ഇല്ലാതെ ഇല്ല. അതുകൊണ്ട് ഓശാനായും ഹല്ലേലൂയ വിളിയിലൂടെ നമുക്ക് യേശുവിനെ അറിയാം. മാർക്കോസ് 14:61 അവൻ പറഞ്ഞു: മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. പുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു: അതെ, ഞാൻ തന്നെ. യേശു തന്നെ ഒരു ഇതുമില്ലാതെ വെളിപ്പെടുത്തുകയാണ്. അത് പുരോഹിതൻ്റെ പുരോഹിതന്മാരുടെ മുമ്പിൽ യേശു തന്നെ താഴ്ത്തുന്നില്ല. യേശുവിൻ്റെ അധികാരം അവിടെ താൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ ഞാൻ എത്ര ഭാഗ്യവതി. ഇതെല്ലാം യേശു ചെല്ലുന്ന സ്ഥലത്തിലൊക്കെ സന്തോഷവും സമാധാനം. ക്രിസ്മസ് അതിൻ്റെ ഒരു വിവരണമെന്ന് മാത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് നടന്നതുപോലെ ലോകം മുഴുക്കെ അവ ആഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും, ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതൊരു അധികാരത്തിൻ്റെ അറിയിപ്പോടുകൂടെയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. വചനമായിരുന്ന ദൈവം മനുഷ്യനായി നമ്മുടെ കൂടെ സഞ്ചരിച്ചു. അവൻ നടന്ന് സമാധാനത്തിൻ്റെ സുവിശേഷം ലോകം മുഴുക്കെ അറിയിച്ചു കൊണ്ടിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ സമരക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്: മെശിഹ വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിയാം. ഈശോ പറഞ്ഞു: നീ പ്രതീക്ഷിക്കുന്ന അവൻ തന്നെയാണ് ഞാൻ. ഒരു വേശ്യാസ്ത്രീയുടെ കൂടെ പോലും ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നതും വെളിപ്പെടുത്തുന്നതും ഓരോ മനുഷ്യനും രക്ഷകനുണ്ട് എന്നുള്ള ബോധ്യം എല്ലാ മനുഷ്യരിലേക്കും അറിയാൻ വേണ്ടിയാണ്. ഈശോ മരിച്ചുയർത്തതിന് ശേഷം ശിഷ്യന്മാരെ ഈ സത്യങ്ങൾ ലോകം മുഴുക്കെ അറിയിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ജീവിക്കുന്ന നമ്മളും ഇത് പ്രഘോഷിച്ചു കൊണ്ടുവേണം ക്രിസ്തീയ ജീവിതം ആരംഭിക്കാനും അവസാനിക്കാനും. ഹല്ലേലൂയ. എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന സകല മനുഷ്യർക്കും ഇതൊരു ആശീർവാദമായിരിക്കട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ. ആമേൻ. ദൈവം പിറക്കും മണ്ണിൻ്റെ മാറിൽ നമുക്കൊരു പുൽക്കൂടു തീർക്കാം. സ്നേഹത്തിൻ പൂക്കളാൽ തോരണം ചാർത്താം, സാമോദമാഘോഷിക്കാം.